പ്രേക്ഷകർക്കും നമസ്കാരം. ചുറ്റും ചൂട് കൂടുന്ന അന്തരീക്ഷത്തിലും ഉള്ളിൽ കുളിർമ നിറയ്ക്കുന്ന ഉഗ്രൻ തമാശകളുമായി Once Upon a Time version 2.0. Let's enjoy some hot jokes from the oven. ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദി ഷോ. നമ്മുടെ ഈ ഷോ സ്റ്റിയർ ചെയ്യാനായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം our captain ശ്രീ രമേശ് പിഷാരടി. വെൽക്കം രമേശ് ചേട്ടാ. Very gorgeous actress Mia. Moving on to a pop band performance from Devaraj Kodagara. Devaraj, welcome. Thank you. How are you? എങ്ങനെ എങ്ങനെ പറഞ്ഞപ്പോ സുഖല്ലേ? സുഖം. പെട്ടെന്ന് ഓരോ പേടിച്ചു. വിദ്യാഭ്യാസത്തിൽ കൂടുതലുള്ള പെട്ടെന്ന് മനസ്സിലായില്ല. അതെ അതെ. ദേവരാജ സുഖല്ലേ? സുഖം. പെർഫോമൻസുകൾക്ക് തയ്യാറായിട്ടാ വന്നിരിക്കുന്നത്. തയ്യാറാണ്. ഇതിനു മുമ്പും വന്നിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങള് തൃശ്ശൂർ സ്ലാങ് പറഞ്ഞത്. അതാണ് ഇവിടെ വരുന്ന മിക്കവരെ എനിക്കറിയാട്ടോ. അയ്യോ, അത് വളരെ കുറച്ചു പേരെ അങ്ങനെ അറിയുന്നില്ല. അതാണ് മിയ ഒരു ആത്മാർത്ഥ സുഹൃത്തും നല്ലൊരു അഭ്യുദയകാംക്ഷിയും പരിപാടിയുടെ സ്ഥിരം പ്രേക്ഷകയുമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ദേവരാജേ പൊളിക്ക്. അല്ല, മീ ചേച്ചി ഇപ്പൊ പറഞ്ഞപ്പോഴേ എന്റെ നാട്ടുകാരെ വരെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ all the best ദേവരാജ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദേവരാജ് കൊടകര. എൻ്റെ പേര് ദേവരാജ് എന്നാണെങ്കിലും 19 വയസ്സുള്ള എന്നെ ഇപ്പോഴും എൻ്റെ വീട്ടുകാരും നാട്ടുകാരും വിളിക്കുന്നത് എന്നിട്ടാണെന്നറിയോ? അപ്പൂസ്. നല്ല പേരല്ലേ? എനിക്ക് ഈ അപ്പൂസ് എന്ന പേര് വരാനുള്ള കാരണം എന്നിട്ടാണെന്നറിയോ? അത് വേറെ ഒന്നല്ല, 1992 ഞാൻ ജനിക്കുന്നത്. അപ്പോൾ ആ വർഷം തന്നെയാണ് നമ്മുടെ മമ്മൂക്കയുടെ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറഞ്ഞ പടം ഇറങ്ങിയത്. അങ്ങനെ ആ പടം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ വീട്ടുകാർ എനിക്കന്ന് അപ്പൂസ് എന്ന് പേരിട്ടത്. സത്യം പറയാലോ, എൻ്റെ വീട്ടുകാർ ആ വർഷം തന്നെ ഇറങ്ങിയ മമ്മൂക്കയുടെ സൂര്യമാനസം കാണാത്ത എൻ്റെ ഭാഗ്യ. ഇല്ലയെന്നുണ്ടെങ്കിൽ അവരെനിക്കന്ന് പുട്രുമീസ് എന്ന് പേരിട്ടാണ്. ഇപ്പോഴാണെങ്കിൽ ഫിഗറും കറക്റ്റാണ്. ഇനി എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ചെറിയൊരു കലാകാരനാണ്. ഞാനൊരു കലാകാരനായതുകൊണ്ട് പറയല്ല. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ കൂടെ ആരുമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ എനിക്കൊരു കോപ്പുമില്ല. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ കൂടെ ആരുമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ എനിക്കൊരു കോപ്പുമില്ല. എൻ്റെ കയ്യിൽ കാറില്ല, എൻ്റെ കയ്യിൽ ബൈക്കില്ല, എൻ്റെ കൂടെ പെണ്ണില്ല, എൻ്റെ കയ്യിൽ പണവുമില്ല. അതെ, എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല. എൻ്റെ കയ്യിൽ പൈസ ഉള്ള കാലത്ത് എൻ്റെ വീട്ടുകാർക്ക് ഞാൻ അമ്പിയായിരുന്നു. പിന്നീട് ഈ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ടി വിയിലൊക്കെ ചെയ്തതോടുകൂടി എൻ്റെ വീട്ടുകാർക്ക് ഞാൻ റെമോ ആയി. പിന്നെ ഈ 2 പ്രളയം കൊറോണയൊക്കെ വന്നതോടുകൂടി ഒരു പണിയിലാണ്ട് വീട്ടിൽ കുത്തിയിരുന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാർക്ക് അന്യനായി. ഈ അന്യനായ എനിക്ക് അന്യസംസ്ഥാന തൊഴിലാളികളുടെ പരിഗണന പോലും ഇപ്പം എൻ്റെ വീട്ടുകാർ തരുന്നില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. ഇനി എന്നെക്കുറിച്ച് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ നാട്ടുകാരെ കുറിച്ച് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ നാട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ, ഇളഞ്ഞാറിൽ പുഴ പാടും കുളിരുലാവും നാട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ നാട് അത്രയ്ക്ക് സുന്ദരമാണ്. സത്യം പറയാലോ, ഇതെൻ്റെ നാട്ടുകാരൊന്ന് സൂപ്പിക്കാൻ വേണ്ടി ഞാൻ പാടിയതാ. ശരിക്കും എൻ്റെ നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പാട്ട് പാടാൻ പറ്റാം. കുഗ്രാമമേ കണ്ടോളു നീ, കാലത്തിനും മുൻപേ ഇവൻ ആഘോഷമായി ആർഭാടമായി ആരോപണം ആവോളമായി. അതെ, ആരോപണങ്ങൾ ഒരുപാടുള്ളൊരു നാട്. പിന്നെ എൻ്റെ ഈ നാട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ദേവാസുര സിനിമയിലെ മംഗലശ്ശേരി നീലകണ്ഠന്മാരാണ്. അതായത് കാണാൻ പാടില്ലാത്തവർ കാണൂ, കേൾക്കാൻ പാടില്ലാത്തവർ കേൾക്കൂ, പറയാൻ പാടില്ലാത്തവർ പറയൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളെ കൊതുക് കടിച്ചു എന്ന് പറഞ്ഞാൽ അവനെ പാമ്പ് കടിച്ചു എന്നാണ്. ഒരു മുടിയും താടിയും നീട്ടി വളർത്താൻ പഞ്ചാബി പോവാന്ന് പറഞ്ഞാൽ അവൻ കഞ്ചാവിന് പോവാന്ന് പറയും. പിന്നെ ഏതെങ്കിലും ഒരു പയ്യൻ കഷ്ടകാലത്തിന് അവൻ്റെ തല മുട്ടയടിച്ചു കഴിഞ്ഞാൽ അവന് ക്യാൻസർ എന്ന് പറയും. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഒരു റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ അവർ കാണില്ല, പക്ഷെ നമ്മൾ ബീവറേജിൽ പോയി അവർ കാണും. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പലചരക്ക് കടയിൽ കയറി 1 കിലോ പഞ്ചസാര മേടിച്ച് കഴിഞ്ഞാൽ ഇവർ കാണില്ല. ആ കടയിൽ കയറി ഒരു 1/2 പാക്കറ്റ് സിഗരറ്റ് മേടിച്ചാൽ അവർ കറക്റ്റ് സമയത്ത് കാണും.
പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ബേക്കറിയിൽ കയറി ഒരു മുട്ട പപ്സ് കഴിച്ചവർ കാണില്ല. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു ലവറേയും കൊണ്ടുപോയി ഒരു ഷവർമയും ഒരു ഷെയ്ക്കൊക്കെ കഴിച്ചാൽ അവർ കറക്റ്റ് സമയത്ത് കാണും. പക്ഷെ എനിക്ക് ലവറില്ല കേട്ടോ. ഒരു 6 വർഷമായിട്ട് എനിക്ക് ലവറില്ല. അതൊക്കെ പോട്ടെ, ഇനി നേരെ വിഷയത്തിലേക്ക് വരാം. പണ്ട് പഴമക്കാർ പറയാറുണ്ട് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന്. പക്ഷെ ആ ചൊല്ലിന് പകരം എനിക്ക് തോന്നുന്നത് നാട്ടുകാർ നന്നായാൽ CCTV വേണ്ടെന്നാണ്. കറക്റ്റല്ലേ? അതായത് നമ്മുടെ നാട്ടുമ്പുറത്ത് കുറച്ച് ടീമുകൾ ഇങ്ങനെ ഒരു പണിയില്ലാണ്ട് വെറുതെ കുത്തിയിരിക്കുന്നുണ്ടാവും. അവർക്ക് കറക്റ്റ് അറിയാം നമ്മൾ എവിടേക്ക് പോണേ, നമ്മൾ എപ്പോഴാണ് വരാം, നമ്മൾ ആരുടെ കൂടെ പോണേ, എന്തിനേറെ പറയണത് നമ്മൾ ടോയ്ലറ്റിലേക്ക് പോണ സമയം വരെ അവർക്ക് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാട്ടുകാർ നന്നായാലും CCTV വേണ്ടെന്ന്. പിന്നെ പറയുകയാണെങ്കിൽ ഇവരുടെ ഏറ്റവും വലിയ ഹോബി കല്യാണം മുടക്കല. ഏതെങ്കിലും ഒരു സുന്ദരനും സുമുഖനും സുശീലനുമായിട്ടൊരു പയ്യന് ഒരു കല്യാണാലോചന വന്നു കഴിഞ്ഞാൽ ഈ നാട്ടുകാർ പറയും ആ പയ്യന നന്നായി അതിലും ഭേദവൻ ട്രെയിനിൽ തലവെച്ച് ചാവണതല്ലേ. നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ഇതുപോലെ കള്ളും കഞ്ചാവ് അടിച്ച് നടക്കുന്ന ഒരു പയ്യന് നിങ്ങൾക്ക് വേണോ എന്ന് പറഞ്ഞിട്ട് ആ കല്യാണം മുടക്കും. ഇനി നേരെ തിരിച്ച് ഒരു കള്ളും കഞ്ചാവ് അടിച്ച് നടക്കുന്ന ഒരു പയ്യനാണ് ഈ കല്യാണാലോചന വരണമെങ്കിൽ അപ്പോൾ ഈ നാട്ടുകാർ പറയും ഇതുപോലത്തെ ഒരു ചെറുപ്പക്കാർ ഈ നാട്ടിലില്ല. അവനാണെങ്കിൽ കള്ളു കുടിക്കില്ല, പുക വലിക്കില്ല, പിന്നെ എന്തിനാ പറയുക ഒരു പെണ്ണിൻ്റെ മുഖത്ത് പോലും അവൻ നോക്കില്ല. ഇതുപോലൊരു തങ്കപ്പെട്ട മനുഷ്യനെ നിങ്ങൾക്ക് കിട്ടാൻ പുണ്യം ചെയ്യണമെന്ന്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ നാട്ടുകാരെക്കുറിച്ച് ഇങ്ങനെ പറയണതെന്ന്. അത് വേറെ ഒന്നും കൊണ്ടല്ല. കേരളത്തിലെ ഒട്ടുമിക്ക കലാകാരന്മാർക്കും സ്വന്തം നാട്ടിലുള്ളൊരു അവസ്ഥ തന്നെയാണ് എനിക്കും. ഒരു വിലയില്ല. എനിക്ക് ഈ വിലയില്ല എന്ന് മനസ്സിലായത് എപ്പോഴാണെന്നറിയോ? അതായത് ഈ കൊറോണ കാലഘട്ടത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറില്ല. കൊറോണനെ പേടിച്ചിട്ടല്ല, കയ്യിൽ 10 പൈസ ഇല്ലാണ്ട. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു തലവേദന വന്നു. അപ്പോൾ ഈ തലവേദന വന്നപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു പാരസെറ്റമോൾ കഴിച്ചു. അപ്പോൾ വീട്ടിൽ പശുവുണ്ട്. അപ്പോൾ ആ പശുവിനെ കഴിക്കാൻ വേണ്ടി ഞാൻ പാരസെറ്റമോൾ കഴിച്ചിട്ട് പശുവിനെ കഴിക്കാൻ പോയി തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ഞാൻ പശുവിനെ കഴിക്കാനായിട്ട് വൈകിട്ട് പോയി. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഈ നാട്ടുകാരുണ്ടല്ലോ ഏതാണ്ട് കൺകെട്ട് സിനിമയിലെ കീലേരി അച്ഛൻ്റെ പോലെ ഇങ്ങനെ പോവുക. അതായത് എന്നെ കാണുമ്പോൾ പിള്ളേരൊക്കെ കൊണ്ട് ഓടുക, ഡോറടയ്ക്കുക, എന്തൊരു സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ വൈകുന്നേരം ആശാ വർക്കർ വിളിച്ചപ്പോഴും എനിക്ക് കാര്യം മനസ്സിലായ. ദേവരാജ് എനിക്ക് വല്ല പനി ചുമയും ജലദോഷം കാരണ്ടാ? അപ്പം ഞാൻ പറഞ്ഞു പനിയും ചുമയും ജലദോഷം ഒന്നുമില്ല, എനിക്കൊരു ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു, അതൊരു പാരസെറ്റമോൾ കഴിച്ചപ്പോൾ മാറി. എന്താ ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചേ? അല്ല വേറെ ഒന്നല്ല, എനിക്ക് കൊറോണയാണെന്ന് നാട്ടുകാർ പറഞ്ഞിടക്കണേന്ന്. ഈ കൊറോണ ആണെന്ന് പറഞ്ഞിടക്കണവരൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാനിത് ഈ ഫ്ലോറിൽ പറയണില്ല. കാരണം ആ ഫ്ലോറിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നാണക്കേടാ. അതുകൊണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളവരാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇത്ര നേരം എൻ്റെ നാട്ടുകാരെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടിയും പറയാം. അതായത് എൻ്റെ നാട്ടിലെ എല്ലാവരും ഇങ്ങനെയല്ല. 100-ൽ 90% പേര് മാത്രമേ ഇങ്ങനെ ഉള്ളൂ. അപ്പോൾ ആ 90% പേരോട് എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ. കല്ലെടുത്ത് കീച്ചരുതേ നാട്ടാരേ, എള്ളു വലിച്ചൂരരുതേ നാട്ടാരേ, അയ്യോ കല്ലെടുത്ത് കീച്ചരുതേ നാട്ടാരേ. കപ്പയ്ക്കിടവഴി കമുകിന്നിടവഴി, കപ്പയ്ക്കിടവഴി കമുകിന്നിടവഴി ഓടുവേ ഞാൻ ചാടുമേ, ഒറ്റ കുതിപ്പിന് വേലികളൊക്കെ ചാടുമേ ഞാൻ ചാടുമേ. പാത്തിരുന്നെറിയരുതേ ഒറ്റയ്ക്കെറിയണമേ, പാത്തു നിന്നെറിയരുതേ ഒറ്റയ്ക്കെറിയണമേ. കഥകളി പല വഴി കുമളിയിൽ അതുവഴി സകലത് പറയും സൂര്യനു നെല്ലിയുമേ എൻ്റെ അമ്മ. എൻ്റെ കഥൈ പുതിയ കഥൈ. താങ്ക് യു. സൂപ്പർ പെർഫോമൻസ് ദേവരാജ്. താങ്ക് യു. മിയ പാട്ടുകാരനും കൂടെ ആണല്ലേ? ചെറുതായിട്ട് പാടും. ചെറുതായിട്ട് പാടും. കൊള്ളാം, നല്ലതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. തുടക്കം മുതൽ കേട്ടു വന്നത് നാട്ടുകാർക്കൊട്ടും വീട്ടുകാർക്കിട്ടും നല്ലോണം കൊട്ടിയിട്ടുണ്ട്. ഇത് തിരിച്ചു ചെല്ലുമ്പോൾ കഞ്ഞി തരുമോ വീട്ടിൽ നിന്ന്? അതുകൊണ്ടാണ് ലാസ്റ്റത്തെ പാട്ട് പാടിയത്. അതെ, എന്റെ ചില നാട്ടുകാരൊക്കെ ഇത് സീരിയസ് ആയിട്ട് എടുക്കും കേട്ടോ. ഇതൊക്കെ തമാശയാണ് നാട്ടുകാരെ. ദേവരാജിനെ അവിടെ കയറ്റിയേക്കണേ അല്ലേ? ദേവരാജ് ഇങ്ങനെ പറയുന്നതല്ലേ ഉള്ളൂ. ദേവരാജ് വളരെ ഗംഭീരമായിട്ടുള്ള കുറെ അനുഭവങ്ങളാണ് പറഞ്ഞതൊക്കെ കേട്ടാ. ഇടയ്ക്ക് എനിക്ക് പ്രേമോ ഇല്ല എന്ന് പറഞ്ഞ് കരയുന്നു. എന്തിനെങ്ങനെ കരയുന്നത്? ഇല്ലാത്തോണ്ടല്ലേ? അത് നുണയല്ലേ? ഇല്ല, സത്യമായിട്ടും. എന്നാ ഒന്ന് ചിരിക്കാണ്ട് പറഞ്ഞ ഇനി ഇല്ല എന്നുള്ളതാണ്. ചിരിക്കാണ്ട് പറഞ്ഞ ചിരിക്കാണ്ട് പറയാൻ ഇല്ല.
അതിനകത്തൊരു സാധനമുണ്ട്, അതിനകത്ത് 10% ചിരി കലങ്ങുന്നത്. ഇല്ല, ഒരു 6 വർഷം മുമ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഇല്ല. കഴിഞ്ഞ 6 വർഷക്കാലമായിട്ടില്ല. ഇല്ല ഇല്ല. എന്ത് പറ്റി? റിസ്ക് എടുക്കാൻ വയ്യ. റിസ്ക് എടുക്കാൻ വയ്യ എന്നാണോ ആ പെണ്ണ് പറഞ്ഞത്? അതല്ല, അങ്ങനെയായിരിക്കും. അല്ല, ഈ പപ്സ് കഴിക്കാൻ പോയപ്പോ അവിടെ ബേക്കറിയിൽ നമ്മൾ പോയിരുന്ന അവിടെ അപ്പൊ തന്നെ ആരെങ്കിലും വരൂ എന്നൊക്കെ പറഞ്ഞതിനകത്തൊരു വലിയ അനുഭവ സത്യം ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഒരിക്കലും ഇല്ല, അത് ഉണ്ടാക്കി എഴുതിയതാണ്. അങ്ങനെ പോയിട്ടോ കഴിച്ചിട്ടോ അവിടെ ആരെയും കണ്ടിട്ടൊന്നുമില്ല? മറ്റുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിന്റെ കഥയിൽ ഈ പറഞ്ഞ CC ക്യാമറയ്ക്ക് പകരം ഇരിക്കുന്ന നാട്ടുകാരൻ നീയല്ലേ? എന്നിട്ടാണോ നാട്ടുകാരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇത്ര എപ്പിസോഡ് ചെയ്യുന്നേ? നല്ല നാട്ടുകാരുണ്ടെങ്കിൽ CCTV വേണ്ടാന്ന്. ആരാണ് ആ നാട്ടിലെ പ്രമുഖൻ? പുള്ളിയാണ് എല്ലാ ബേക്കറിയിലും പോയി വായിട്ട് നോക്കി നിന്നിട്ട് എല്ലാവർക്കും സ്വസ്ഥത കൊടുക്കാതെ ഇരുന്നിട്ടാണ് ഈ പറയുന്നത്. കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ചെയ്താല് കമിതാക്കൾ ശപിക്കും. അല്ല, നമ്മള് അത് പോണത് നമുക്ക് എപ്പോഴും ഒബ്സർവേഷൻ വേണല്ലോ. സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. ഒബ്സർവേഷൻ വേണ്ടി പോയതാണ്. അതെ അതെ. ഓക്കെ. ഒബ്സർവേഷൻസും പെർഫോമൻസും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. മനോഹരമായ ഒരു സ്റ്റാൻഡപ്പ് പെർഫോമൻസുമായി എത്തുന്നു സുദീപ് ഫ്രം കൊല്ലം. ഹായ് സുദീപ്. ഹായ്. കൊല്ലത്തു നിന്നാണ് വരുന്നത്? കൊല്ലം. എന്ത് ചെയ്യുന്നു? ഞാൻ PSC കോച്ചിങ് പഠിക്കുന്നു. എന്താ പഠിച്ചത്? ഞാൻ ഡിപ്ലോമ പോളി. ഓക്കെ, വെരി ഗുഡ്. സ്റ്റാൻഡപ്പ് പെർഫോമൻസ് ആദ്യമായിട്ടാണോ? എല്ലാം ആദ്യമായിട്ടാണ് അല്ലേ? ഓക്കെ, എല്ലാം ആദ്യമായിട്ടാണ്. അല്ല, ഇവിടെ വന്നത് സ്റ്റേജ് സ്റ്റുഡിയോ ആണ് ആദ്യമായിട്ട്. ആണോ? പബ്ലിക് സർവീസ് കോമഡി ആയിക്കോട്ടെ ഇനി അങ്ങോട്ട്. ഏതായാലും PSCക്ക് പഠിക്കുന്നതല്ലേ? PSC കോച്ചിങ് എത്ര നാളുണ്ട് ശരിക്കും? ഞാൻ 2 ആഴ്ച ആയിട്ടുള്ളൂ. കേട്ടോ, ഞാൻ 2 ആഴ്ച ആയിട്ടുള്ളു. എന്താ PSC വഴി എന്തെങ്കിലും ഒരു ജോലി കിട്ടി ആ വഴിക്ക് പോകാനുള്ള പ്ലാനിലാണോ നിൽക്കുന്നത്? അല്ല, ഡിപ്ലോമ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോ വീട്ടിന്റെ അടുത്തൊരു PSC കോച്ചിങ് തുടങ്ങി. അപ്പൊ എന്നെ അവിടെ പറഞ്ഞു വിട്ട്. ഒരു നേരം പോക്കിന് അവിടെ പോകാന്നുള്ളത്. രാവിലെ തൊട്ട് ഉച്ച വരെ ഉള്ളു. എന്താ ഇവിടെ പെൺകുട്ടികളെല്ലാം കൂടെ ഒരു ബഹളം ഉണ്ടാക്കിയത്? സുദീപ് ആക്ച്വലി എല്ലാം വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് കോമഡി എടുത്ത് തോന്നുന്നു. എന്നെ കാണുമ്പോഴേ. അല്ല, ഈ തട്ടോട്ട കൊച്ചിനൊന്ന് മൈക്ക് കൊടുത്തേ. പുള്ളിക്കാരത്തി എന്തോ ആ സമയത്ത് വിളിച്ച് പറയുന്നത്. എന്താ ചിരിക്കുന്നുണ്ടത്? നമ്മളെ പോലെ വീട്ടിലെ വാഴയെന്ന് പറഞ്ഞു. പക്ഷെ വാഴയിലെ എല്ലാ സാധനവും ഗുണമുള്ളതാണ് കേട്ടോ. അല്ല, അവര് നമ്മളെ പോലെ കേട്ടോ പറഞ്ഞ, അടച്ചാക്ഷേപിച്ചല്ല പറഞ്ഞേക്കുന്നത്. നമ്മളെ പോലെ കൂട്ടുണ്ട്. ഇഷ്ടം പോലെ കൂട്ടുള്ള ആൾക്കാരല്ലേ? കൊള്ളാട്ടാ. കോയമ്പത്തൂർ നിങ്ങൾ എന്താ പഠിക്കുന്നത്? ബയോകെമിസ്ട്രി. ഉള്ളതാണേ. അത് MSc ബയോകെമിസ്ട്രി വിത്ത് വാഴ പഠനം. നമുക്ക് സുദീപിന്റെ പെർഫോമൻസ് കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം. രമേശ് ചേട്ടൻ ലോക്ക്ഡൌണിന് മുമ്പ് ഒരു കാർ വാങ്ങിച്ച് ലോക്ക്ഡൌൺ ആയിട്ട് പുറത്തിറങ്ങാൻ പറ്റാതെ കാർ രമേശ് ചേട്ടനെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ഒരു കഥ നാട്ടിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. ശരിയല്ലേ? ഞാൻ പറഞ്ഞതാ. എനിക്കും അതേപോലെ ഒരു കൊഞ്ഞനം കുത്തൽ കിട്ടുന്നുണ്ടോ എന്നൊരു ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. എന്ത് പറ്റി? കാർ മേടിച്ചോ? കാർ വാങ്ങിച്ചില്ല, വേറൊരു സാധനം വാങ്ങിച്ചു. എന്താ? പരിപാടിക്ക് വരുന്ന പ്രമാണിച്ച് ഞാൻ 2500 ടീഷർട്ട് വാങ്ങിച്ച് പഠിക്കൽ വരെ ഇട്ടുകൊണ്ട് വന്നപ്പോ മറ്റേ പുള്ളി പറയാം, നീ പീറ്റർ ഇംഗ്ലണ്ട് അടുത്ത് അയ്യത്ത് കളഞ്ഞിട്ട് ഈ കോട്ട് എടുത്തിട്ടോണ്ട് വന്നാൽ മതി. അത് കഴിയുമ്പോഴാണ് അങ്ങനെയാണ് ഞാൻ വേദിയിലെത്തി. ഞാൻ ആദ്യമായിട്ട് ഓഡിഷന് വന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ട് ഓഡിഷന് വന്നത്. പക്ഷേ നമ്മുടെ കൂട്ടുകാരുടെ കൂടെയൊക്കെ ഞാൻ ഓഡിഷന് കൂട്ടിന് പോയിട്ടുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഇവിടെ സിനിമയുടെ ഒരു ഓഡിഷന് കൂട്ടിന് പോയി. അപ്പം ഇതുപോലെ ഒരു ഹാളാണ്. പേര് കൊടുത്ത് അകത്ത് കയറി. ഞാൻ നേരെ ഇന്ന് സൈഡിലോട്ട് കയറി. പരിപാടി കാണാമല്ലോ. അപ്പോൾ അവിടെ ഇതുപോലെ ഗ്രൂമേഴ്സൊക്കെ ഇരിപ്പുണ്ട്. ഒരു പയ്യൻ കയറി. അവൻ ചെന്ന് കയറി. അവൻ്റെ വിറയിൽ കാണുമ്പോഴേ അറിയാം അവൻ്റെ റഷ്യ അടുത്ത മിസൈൽ അവൻ്റെ കാൽച്ചോട്ടിലാണെന്ന് വ്ളാദിമിർ പുതിൻ അവനെ വിളിച്ച് പറഞ്ഞ രീതിയിലുള്ള വിറയിൽ അവൻ്റെ. അന്ന് നിന്നപ്പോഴേ അവന് ഗ്രൂമറിന് മനസ്സിലായി, അവൻ്റെ കാര്യം മനസ്സിലായി. അപ്പോൾ അവനെ ഒന്ന് കൂളാക്കാൻ വേണ്ടി ഗ്രൂമർ ചുമ്മാ ചോദിച്ച്, നീ പേടിയുണ്ടോ എനിക്ക്? പേടിയുണ്ട് സാറേ. നീ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്ന ആരുടെ അടുത്താ? അതെൻ്റെ കൂട്ടുകാരൊക്കെ ഇരിക്കുമ്പോഴേ സാറേ. ഒരു കുഴപ്പമില്ല, ഇവിടെ ഇരിക്കുന്നവരെല്ലാം നിൻ്റെ കൂട്ടുകാരാന്ന് വിചാരിച്ചാൽ മതി. കാര്യം കഴിഞ്ഞേ നീ പെർഫോം ചെയ്തോ? അവൻ പെർഫോം ചെയ്തിട്ട് അവൻ തിരിച്ച് പോയി. അത് കഴിഞ്ഞ് നമ്മുടെ സുഹൃത്ത് കയറി. അവനാണെങ്കിൽ റിക്ടർ സ്കെയിൽ 9.7 രേഖപ്പെടുത്തുന്ന ഭൂമിയിലേക്ക് അവൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള വിറയല്ല അവൻ്റെ. അപ്പോൾ അവൻ്റെ ഇത് കാര്യം മനസ്സിലാക്കി ഗ്രൂമർ പറഞ്ഞ് പേടിയുണ്ടോ എന്ന് ചോദിച്ച്, അതേപോലെ പേടിയുണ്ടോ എന്ന് ചോദിച്ച്, പേടിയുണ്ടോ എന്ന് പറഞ്ഞ്, നീ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്ന ആരുടെ അടുത്താ? അതെൻ്റെ അച്ഛൻ്റെ അടുത്താ. ഗ്രൂമർ മറ്റേ ടോണിൽ, ഇവിടെ ഇരിക്കുന്നവരെല്ലാം നിൻ്റെ അച്ഛനാണെന്ന് വിചാരിച്ചോ? ഈ ഓഡിഷന് വന്നത് ഇവന്റെ സ്വന്തം ഐഡിയ ആയതുകൊണ്ട് മാത്രമാണ് ഇവ അവിടെ വെറുതെ നല്ല അജഗജാന്തരത്തിന്റെ ബാക്കി ഫൈറ്റ് അവിടെ നടത്തിയേനെ നേരെ. ഇവന്റെ ഒരു പ്രകൃതം വ്യത്യസ്ത പ്രകൃതമാണ്. ലോക വിവരങ്ങളുടെ കാര്യത്തിൽ ഒരു അരണയുടെ സ്വഭാവമാണെങ്കിൽ മറ്റു ഗോസിപ്പുകളുടെ കാര്യത്തിൽ ഒരു രമേശ് പിഷാരടിയാണ് പുള്ളി. ലോക വിവരങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ
പുള്ളി ഓർക്കുന്നതിന് മുമ്പ് എന്നെ മറന്നു കളയും. മറ്റു ഗോസിപ്പുകളാണെങ്കിൽ ഒരിടത്ത് കേട്ട് മറ്റൊരാളോട് പറയാമെങ്കിൽ പൊലിപ്പിച്ച് പറയാനുള്ള ഒരു പ്രത്യേക കഴിവും അപാരമായ ഓർമ്മശക്തി ആയിരിക്കും പുള്ളിക്ക് ആ കാര്യത്തിൽ മാത്രം. അങ്ങനെ നമ്മുടെ ക്ലാസ്സിൽ സ്കൂളിൽ ഒരു സോഷ്യൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിൽ അപ്പോൾ ഇവൻ ഭയങ്കര സംസാരം. സാർ ഇവനെ അങ്ങ് പൊക്കി. സാർ ഇവനെ പൊക്കിയിട്ട് ചോദിച്ച് ഒരു സിമ്പിൾ ചോദിച്ച് റിപ്പബ്ലിക് ഡേ എന്നാണ്. ഇവ ഇച്ചിരി ബുദ്ധിമുട്ടിയാണെങ്കിലും ജനുവരി 26 പറഞ്ഞൊപ്പിച്ച് ഉടനെ തിരിച്ച് വർഷം ഏതാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ട് പഞ്ചാബി ഹൗസിൽ കൊച്ചി ഹനീഫൊക്കെ എല്ലാ മാസം 2-ാം തീയതി ഉണ്ടെന്ന് പറയുന്നല്ലോ പുള്ളി പറഞ്ഞു. അതിപ്പോൾ എല്ലാ വർഷവും ജനുവരി 26 ഉണ്ടല്ലോ, സാർ ഏതാണെന്ന് വെച്ചാൽ തീരുമാനിച്ചെടുത്ത് എന്നുള്ള ലൈനിൽ ഇവൻ നിൽക്കുക. അപ്പോൾ ഇവൻ്റെ ഈ നിലവാര തകർച്ചയിൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണമുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ഭയങ്കര ബഹളം നടക്കുക. ബഹളം കേട്ട് താഴേന്ന് സാർ ഓടി മേളി വന്ന് ദേഷ്യത്തോടെ വടിയെടുത്ത് ഡെസ്കിൽ അടിച്ചിട്ട് ഇന്ന് വരാത്തവന്മാരെല്ലാം എഴുന്നേക്കടാന്ന് പറഞ്ഞു. നമ്മുടെ ഈ സുഹൃത്ത് എഴുന്നേറ്റ്, 2 പേര് എഴുന്നേറ്റ്. അതിലൊരുത്തൻ നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ ഇവൻ്റെ ഈ നിലവാര തകർച്ചയിൽ വലിയ അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കായികോത്സവം നടക്കുക. അങ്ങനെ സ്കൂൾ സബ് ജില്ലാ കായികോത്സവം നടക്കുക. നമ്മുടെ സ്കൂളിൽ നിന്ന് ടീമുണ്ട്. പരിപാടി നടക്കുന്ന സ്കൂളിലോട്ട് പോയി. അവിടെ ചെന്നിട്ട് ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ 10,000 മീറ്റർ ഓട്ടമാണ്. 10,000 മീറ്റർ ഓട്ടം ലോങ് ഓട്ടമാണ്. ഇപ്പോൾ ഒരു വെയിലാണ്. അപ്പോൾ ഈ ലോങ് ഓട്ടത്തിൻ്റെ മിഡിൽ ലാപ്പൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവർ ഈ ഓടുന്നതിൻ്റെ ട്രാക്കിൻ്റെ സൈഡിൽ വെള്ളത്തിൻ്റെ കുപ്പി കൊണ്ട് കൊടുക്കും. അപ്പോൾ ഇവ ഓടുന്നതിനിടയ്ക്ക് ഇവർ ഈ വെള്ളത്തിൻ്റെ കുപ്പി വാങ്ങിച്ച് ഒഴിക്കും ഈ ചൂട് ശമിപ്പിക്കാനായിട്ട്. അപ്പോൾ ഈ മിഡിൽ ലാപ്പ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവസാന ലാപ്പാകുമ്പോൾ സ്പീഡ് കൂടും. അങ്ങനെ ഈ മുടിയിലൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ പറപ്പിച്ച് ഇങ്ങനെ സ്പീഡിലോടും. നമ്മളൊക്കെ ആദ്യമായിട്ട് കാണുന്നില്ല, അമ്പരം നിൽക്കുക. അപ്പം നമ്മുടെ ഈ സുഹൃത്ത് ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവന് ഇതുപോലെ ഹീറോ ആവണം. ഇവൻ ഉടനെ എന്തോ ഇത് 2 കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ച് നേരെ ട്രാക്കിന്റെ സൈഡിൽ ചെന്ന് ഒഴിഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് തല വെള്ളം ഒഴിച്ച് അങ്ങോട്ട് ഓടുന്നു, തല വെള്ളം ഒഴിച്ച് വീണ്ടും ഇങ്ങോട്ട് ഓടുന്നു. അനാവശ്യം വാമ്പ് എന്ന് വെച്ചാൽ അനാവശ്യം വാമ്പ്. അതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇവന് മഴയൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ അനാവശ്യം വാമ്പ് പഠിച്ച് നേരെ ഇവന് ആകെ 200 മീറ്ററേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വാമ്പ് പഠിച്ച് നേരെ ഉച്ചയൊക്കെ കഴിഞ്ഞ് അങ്ങനെ 200 മീറ്റർ പരിപാടി വിളിച്ച് ബാക്കി റണ്ണേഴ്സ് എല്ലാം അവിടെ ഫോളിനായി. ഇവനെ കാണുന്നില്ല. നമ്മുടെ സ്കൂളിലെ പിള്ളേരെല്ലാം ഇവനെ അന്വേഷിച്ച് കിടക്കുക. കാരണം സ്കൂൾ പ്രതീക്ഷ ഇവന്റെ പ്രാക്ടീസൊക്കെ കണ്ട് എല്ലാവരും അമ്പരം നിൽക്കുക. ഇവ കാണുന്നില്ല. പിള്ളേരെല്ലാം കിടന്ന് തരയുക. നേരെ ഡ്രസ്സിംഗ് റൂമിൽ ചെന്നപ്പോൾ ഇവൻ അവിടെ മറ്റേ തുണിയൊക്കെ എടുത്ത് ചുറ്റി അവിടെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നു. ഇവന്റെ എല്ലാം വാർപ്പിന് കൊണ്ടുവരുന്ന വൈബ്രേറ്ററിന്റെ മേളിൽ കയറി ഇരുന്ന് വിറയ്ക്കുന്നോ അല്ല വിറയ്ക്കുക. കാര്യം എന്തുവാ? ഇവയില്ല തലയുള്ള വെള്ളം എല്ലാം കൂടെ ഒഴിച്ച് വെള്ളം തങ്ങിയിട്ട് അവന് കിടുങ്ങലും പനി. ഇവ 200 മീറ്ററിൽ പങ്കെടുത്തില്ലെന്നല്ല, ഇവ വണ്ടി വിളിച്ച് കാശ് കൊടുത്ത് മരുന്ന് വാങ്ങിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരേണ്ട അവസ്ഥ വന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്നുള്ള അവസ്ഥയായി. അങ്ങനെ ഞാനും നമ്മുടെ ഈ സുഹൃത്തും കൂടെ സിറ്റിയിൽ ഒരു വർക്കിന് വേണ്ടി റൂം എടുത്ത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിനകത്ത് ഒരു ദിവസം രാത്രിയിൽ ഒരു 1 മണി 2 മണി സമയമായപ്പോഴത്തേക്ക് വെളിയിൽ ഭയങ്കര ബഹളം. നമ്മൾ ഇറങ്ങി നോക്കിയപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഭയങ്കര ആൾക്കൂട്ടം. ഞാൻ നമ്മുടെ സുഹൃത്തോടെ നേരെ അവിടെ ചെന്ന് കാര്യം അന്വേഷിച്ചപ്പോൾ എന്തുവാ, അവിടെ റോഡിൽ കൂടെ ഒരു പയ്യൻ നടന്നു പോയപ്പോൾ ആ വീടിനകത്ത് ചുറ്റും ഇങ്ങനെ ആരോ പതുങ്ങി ഇങ്ങനെ നടന്നു പോയി പയ്യെ ഡോറ് തുറന്ന് ഒരു അകത്ത് കയറുന്ന കണ്ട്. അപ്പോൾ ഉടനെ നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടി നേരെ വീടിനടുത്തോട്ട് ചെന്നപ്പോഴത്തെ ഈ ബഹളം കേട്ടിട്ട് വീടിനകത്തു നിന്ന് അവ ഇറങ്ങി പുറത്തോട്ട് ഓടി. ഇവന്മാർ ഓടി ചെന്ന് വട്ടമിട്ട് പിടിച്ച് കൈ വെച്ചപ്പോൾ പറഞ്ഞ എന്തോടെ ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ ഞാൻ കേരളിന് കല്ലിടാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ അങ്ങ് വിട്ട് നേരെ തിരിച്ചു വന്ന് നമുക്ക് ഈ പ്രദേശത്തെക്കുറിച്ച് അറിയത്തില്ല. നമ്മളൊന്ന് പൊതിഞ്ഞൊന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടെ കേരളത്തിൽ മാത്രമല്ല അതിർത്തിയിൽ ചൈന പണിയുന്ന പാലത്തിന് വരെ അവിടെ കല്ലിടാൻ ആൾക്കാർ രാത്രി വന്ന് പോകാറുണ്ടെന്ന്. ഇന്നാളിലൊരുത്തനെ ഇതുപോലെ പിടിച്ചപ്പോൾ പറയുക അമേരിക്കയുടെ പ്രതിരോധ സ്ഥാപനമായ പെൻറ്റഗണിന്റെ 4 വശം ചെമ്പോല പുതിയ പുനരുദ്ധാരണ പരിപാടിക്ക് കുറ്റിയടിക്കാൻ വന്നതായിരുന്നു. പാതിരാത്രിയിലാണ് അവിടെ അതിൻ്റെ കുറ്റിയടി കഴിച്ചപ്പോൾ അമേരിക്കയിലൊക്കെ ഇപ്പോൾ പകൽ ഇത് ശുഭമുഹൂർത്തമാണ്. നേരെ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ സുഹൃത്തിൽ നിന്ന് ഒരു വിജയത്തിന്റെ കാര്യം ഞാൻ കേട്ടിട്ടില്ല. പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന പഴഞ്ചൊല്ല് 110% അനർത്ഥമാക്കുന്ന വിധത്തിൽ വിജയിപ്പിച്ച ഒരു സംഭവം എനിക്ക് അനുഭവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന്. റഷ്യ-യുക്രൈൻ യുദ്ധം നടക്കുകയാണല്ലോ. നമ്മുടെ റഷ്യ-യുക്രൈൻ യുദ്ധം നടന്ന് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെ രക്ഷിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ ഈ ചാനലുകളിലെല്ലാം ഈ ഓരോ എംബസികളുടെ എംബസിയുടെ ഫോൺ നമ്പർ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. എമർജൻസി കേസായതുകൊണ്ട് നാട്ടുകാരും നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും പോസ്റ്റ് ഇടും, സ്റ്റാറ്റസ് ഇടും, എല്ലാം ചെയ്യും. നമ്മുടെ ഈ സുഹൃത്ത് ഇതുപോലെ പോസ്റ്റ് ഇട്ട് പോളണ്ട്, സ്ലോവാക്യ, യുക്രൈൻ, റൊമേനിയ, റഷ്യ എന്ന് പറയുന്ന അതിൻ്റെ എല്ലാ ഇന്ത്യൻ എംബസിയുടെ നമ്പർ ചെയ്ത് അതിൻ്റെ അടിയിൽ രാജ്യമൊന്നും ഇല്ലാത്ത അല്ലാത്തൊരു നമ്പർ. അപ്പം ഞാൻ നോക്കിയ വെളി രാജ്യത്തെ നമ്പർ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് അടിയില്ലാത്ത നമുക്കൊരു പരിചയമുള്ള നമ്പർ. ഞാൻ നോക്കി ഉടനെ അവനെ വിളിച്ച് ചോദിച്ചു, എടാ ഇത് ഏതൊരു നമ്പർ, ഇത് ഞാൻ എവിടെയോ കണ്ടിട്ട് പരിചയമുണ്ടല്ലോ. എടാ അത് എൻ്റെ നമ്പറാണ്, നീ എന്തിനാണ് നിൻ്റെ നമ്പർ ഇതിനകത്ത് വെക്കുന്നത്? എടാ ഞാൻ LICയുടെ ഒരു പരിപാടി എടുത്തിടാം, അപ്പോൾ ഏതായാലും യുദ്ധമൊക്കെ നടക്കുമല്ല, അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊരു LICയുടെ ജീവൻ രക്ഷാ പോളിസി വിൽക്കുന്നതുകൊണ്ട് നിനക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഏതായാലും യുദ്ധം കൊണ്ടൊന്നും ആരും നേടിയിട്ടില്ല. സമാധാനം പുലരട്ടെ. താങ്ക് യു.
മിയ രമേശേട്ടാ നന്നായിരുന്നു. ഇത് Thank you. ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ? ആ ഫസ്റ്റ് അറ്റം ആ, അത് വെച്ച് നോക്കുമ്പോൾ ഇത്രയും സമയം കാര്യങ്ങളെല്ലാം ഓർത്ത് വെച്ച് ഈ ഒരു കാര്യം പറഞ്ഞൊപ്പിക്കാൻ പറ്റി. അതൊരു വലിയൊരു അറ്റംപ്റ്റ് തന്നെയാണ്, വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് കേട്ടോ. നന്ദി. നല്ല രസമുണ്ടായിരുന്നു. ആകെ തോന്നിയത് ചില പഞ്ചുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ഒരു പഞ്ച് വരുന്ന രീതിയിൽ പറയാമായിരുന്നു എന്ന് തോന്നി ചില കാര്യങ്ങൾ. ഗ്രൂമർ പറഞ്ഞായിരുന്നു. അപ്പം പൊതുവെ ഒരേ ഒരു രീതിയിൽ പോയ പോലെ തോന്നി. അപ്പൊ ചില ചില അടിപൊളി സംഭവങ്ങള് കുറച്ചും കൂടെ പഞ്ചിൽ പറഞ്ഞാൽ കുറച്ചും കൂടെ രസമായേനേന്ന് തോന്നി. അത്രേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു. ഗംഭീര പരിപാടിയായിരുന്നു. പിന്നെ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ നമ്മൾ അയ്യോ ഇങ്ങനെ കുറിച്ചാന്നൊക്കെ നിന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് കയറി അങ്ങോട്ട് വലിയ കത്തൽ കത്തി. അതിനിടയിൽ ഇവിടെയൊക്കെ ചെറിയ ചില സംസാരങ്ങൾ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധയുണ്ട്. എല്ലാം പറഞ്ഞ് വളരെ ഗംഭീരമായിട്ടാണ് പരിപാടി ചെയ്തത്. താങ്ക് യു. കേട്ടോ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ സുധി, ഇപ്പൊ ഫസ്റ്റ് ടൈം ആയിരുന്നെങ്കിലും നന്നായിട്ട് ചെയ്തു എന്നാണ് അഭിപ്രായം വന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. വീണ്ടും വരണം. താങ്ക് യു. നമസ്കാരം മിയ. നമസ്കാരം. നമസ്കാരം. എനിക്ക് മിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് വേണമായിരുന്നു. ചേട്ടൻ നാളെ വിളിച്ചോ, നമുക്ക് പറയാം അല്ല, എപ്പോഴാണ്. അപ്പോയിന്റ്മെന്റ് തന്നെ വേണം. ഇപ്പൊ തന്നെ അപ്പോയിന്റ്മെന്റ് വേണം. നമ്മുടെ ഷൂട്ട് നടക്കണല്ലേ, അത് അത്യാവശ്യം. അതുകൊണ്ടാണ്. മിയക്ക് ഗുണമുള്ള കാര്യമാണോ? മിയക്ക് ഗുണമുള്ള കാര്യമാണ്. അങ്ങനെയാണ് ഞാൻ ഇനിയിപ്പോ തുറന്നു പറയും, ഇവരെ അടുത്തിരിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞത്. ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലേക്ക് മിയനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. എങ്ങനെയാണ്, സമ്മതമാണോ? ഡീറ്റെയിൽസ് ഒക്കെ പറയൂ, ആരാ ഡയറക്റ്റ് ചെയ്യുന്നതൊക്കെ? വിദേശത്തായിരിക്കും നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. അതായത് സിംഗപ്പൂര് അങ്ങനെയുള്ള 1-2 രാജ്യങ്ങളിൽ വെച്ചാണ് നമ്മളിത് കൂടുതൽ ചിത്രീകരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡയറക്ടർ ആരാ? ക്യാമറ ചെയ്യുന്നത് നമ്മുടെ പ്രശസ്തനായ ആള് തന്നെയാണ്. 2-3 ഹിന്ദി പടത്തിലൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടെക്നിക്കൽ എല്ലാ വശം അറിയാവുന്ന ഒരു ക്യാമറമാൻ ഇതിലുണ്ട് നമുക്ക്. ശരി ശരി. ഡയറക്ടർ ആരാന്ന്? മേക്കപ്പ് നമ്മുടെ സ്ഥിരം നമ്മൾ ചെയ്യുന്ന ഒരാൾ തന്നെ, ബിനു. ബിനു പഴാശ്ശേരി എന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് മേക്കപ്പ് ചെയ്യണത്. നല്ല മേക്കപ്പ് മാനാണ്. എല്ലാം ബെസ്റ്റ് ആൾക്കാരെ തന്നെ എടുപ്പിക്കുന്നത്. ചേട്ടാ, ഇതിന്റെ ഡയറക്ടർ ആരാ? ഞാനാ. എന്താ ഞാനാ ചെയ്യണത്? കുഴപ്പമുണ്ടോ? അല്ല, അതാണ് ചേട്ടാ, ഒരു പടമാകുമ്പോ എല്ലാ കാര്യങ്ങളും നന്നാവണ്ടേ അല്ലേ? അതാണ് അങ്ങനെ. മിയ, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര മോശം ഇതൊന്നും ചിത്രമൊന്നും അല്ല ഞാൻ എടുക്കുന്നത്. എനിക്കറിഞ്ഞൂടെ, ഞാൻ ഒരു ഡയറക്ടർ ചെയ്യുമ്പോൾ എനിക്കറിയില്ലേ. ഇത് നമ്മൾ ഈ രാജമൗലിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയുള്ളൊരു ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഞാൻ ഈ പടം ചെയ്യുന്നത്. എങ്ങനെ രാജമൗലി ചെയ്ത പോലത്തെ ഒരു സംഭവം. ഒരു രാജമൗലി എടുക്കുന്ന പോലെ ചെറുചിലവിലൊരു വലിയ പടം. ഇരു ചുണ്ടുകൊണ്ടു ചെറുലോക്കിടുന്നതിന് നടനും നടിയും അതു റെഡി. ഐറ്റം ഡാൻസിനോ രശ്മിക, ഫൈറ്റു മാസ്റ്ററോ പീറ്റർ ഹേ. പടം പ്രൊഡ്യൂസ് ചെയ്യുവതാരോ. ഒരു രാജമൗലി എടുക്കുന്ന പോലെ ചെറുചിലവിലൊരു വലിയ പടം. ഇരു ചുണ്ടുകൊണ്ട് ചെറുലോക്കിടുന്നതിന് നടനും നടിയും അതു റെഡി. ഐറ്റം ഡാൻസിനോ രശ്മിക, ഫൈറ്റു മാസ്റ്ററോ പീറ്റർ ഹേ. പടം പ്രൊഡ്യൂസ് ചെയ്യുവതാരോ. ടൈം വേർഷൻ 2.0 സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് പോവുകയാണ്, ദി എക്സലൻസ് അവാർഡ്. അപ്പോൾ നമ്മുടെ അതിഥിയായി എത്തുന്ന താരം ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ കൊട്ടിയം സുധി. ചേട്ടാ, സ്വാഗതം. സുഖം. ഒരുപാട് നാളായി നേരിട്ട് കണ്ടിട്ട്. അതെ അതെ. നിങ്ങൾക്ക് നേരിട്ട് വല്ല കല്യാണത്തിന് പോയിട്ട് കണ്ടാ പോരായിരുന്നു, നമ്മുടെ പരിപാടിക്ക് വരുമ്പോഴാണോ നിങ്ങൾ നേരിട്ട് കാണുന്നത്? സന്തോഷം, അതിൽ ഒരുപാട് സന്തോഷം. സുധി, നമസ്കാരം. സലാം ബോസ്. സലാം. സുഖാണോ? സുഖം. ഞങ്ങള് അമേരിക്കൻ ഷോയ്ക്ക് കണ്ടതാണ്, പിന്നീട് നിങ്ങൾ ഒന്നിച്ച് ഷോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. അപ്പൊ എപ്പോഴും കാണാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഡയാന കണ്ടിട്ട് കുറെ നാളായി. എന്തുകൊണ്ടാണ് സുധി പെൺകുട്ടികൾക്ക് ദർശനം കൊടുക്കാത്തത്? അമേരിക്ക കണ്ടു, ഇവിടെ കണ്ടു. എനിക്കാണ് എപ്പോഴും ദർശനമുണ്ട്, എവിടെ നോക്കിയാലും ശ്രുതിയുണ്ട്. സുധി എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന കലാകാരനാണ്. ഒരുപാട് പുതുമകൾ മിമിക്രിയിൽ പല കാലഘട്ടങ്ങളിൽ പല രീതിയിൽ പരീക്ഷിച്ച് വിജയിക്കുന്ന ഒരു കലാകാരനാണ്. ഒറ്റയ്ക്കൊരാളെ അഴിച്ചുവിട്ട കുറെ അധികം നേരം സ്റ്റേജിൽ നിന്ന് കൈയടി മേടിച്ച് ആഘോഷിച്ച് വരുന്ന ഒരു പ്രതിഭയാണ്. ഈ
ചില കാര്യത്തിൽ മാത്രം എനിക്ക് സംശയമുള്ളതെന്ന് വെച്ചാൽ സുധിയെ കാണുന്ന സമയത്ത് സുധിയായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കൊട്ടിയും സുധി എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞൊരു ദിവസം ഞാൻ നോക്കുമ്പോൾ കലാഭവൻ സുധി വരുന്നു എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തപ്പോൾ കലാഭവൻ സുധി തന്നെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് സുധി എസ് കിരൺ വരുന്നു എന്ന് പറഞ്ഞ ഒരിടത്ത് നോക്കിയപ്പോൾ സുധി ഈ സുധി തന്നെ അവിടെ നിന്ന് വരുന്നു. ശരിക്കും അങ്ങ് ആരാണ്? അങ്ങയുടെ പേരെന്താണ്? അതായത് ആദ്യം കൊട്ടിയും സുധി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പം ഇപ്പൊ അനൗൺസ് ചെയ്തത് അതാണ്. പലരും പല പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞാൽ നീ രക്ഷപ്പെടാത്തത് ഈ കൊട്ടി എന്നുള്ള പേര് വെച്ചിരിക്കുന്നുണ്ടാണ്, നീ ഒന്ന് മാറ്റിയിട്ട് ഇപ്പൊ നീ കിരൺ ടി വിയിൽ അവതാരകനല്ലേ, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യാം, അതിന്റെ ഒപ്പം കിരൺ എന്നും കൂടെ ആക്കി സുധീസി കിരൺ എന്നാക്കി, എന്നിട്ടും രക്ഷപ്പെടുന്നില്ല. പിന്നെ ഞാൻ ഈ കലാഭവൻ കൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ കലാഭവന്റെ പേര് ചേർത്തു. ഇപ്പൊ ഇതൊന്നും അല്ല, രക്ഷപ്പെടണമെങ്കിൽ ഒരു വാലും ചേർക്കേണ്ട ആവശ്യമില്ല, സമയമാകുമ്പോൾ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞിട്ട് മൊത്തം വാലും. പക്ഷെ അതിനകത്ത് വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാരൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ അയാൾ പറഞ്ഞു കലാഭവൻ സുധി എന്ന് പറയുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞു. ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, നിങ്ങളെ ഒന്ന് ഫോൺ ചെയ്ത് അയാളോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചു, ഹലോ കലാഭവൻ സുധിയാണോ? ഞാൻ പറഞ്ഞു അതെ, ആരാ? പിന്നെ ഞാൻ ഒരുപാട് ആർട്ടിസ്റ്റുകളെ എനിക്കറിയാം, കൊല്ലം സിറാജ്, കൊട്ടിയം സുധി, കൊല്ലം സുധി, കൊട്ടിയം സുധിയും കൊല്ലം സുധിയൊക്കെ ഞാനാണ് കൊണ്ടുവന്നത്. അയാൾ എന്നോട് പറയാം. അപ്പം എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾ ഈ കൊട്ടിയം സുധി എവിടുന്നാണ് കൊണ്ടുവന്നത്? കൊട്ടിയം സുധി അവരുടെ വീട് കൊട്ടിയത്താണ്, ഒരു കനാലിൻ്റെ അടുത്താണ് വീട്. ഞാൻ പറഞ്ഞു അതൊക്കെ ശരിയാണ്, നിങ്ങൾ എവിടുന്നാണ് ഈ കൊട്ടിയം സുധി കൊണ്ടുവന്നതെന്ന് അറിഞ്ഞായിരുന്നേ കൊള്ളാൻ. അപ്പം പുള്ളി പറഞ്ഞ അവന്റെ വാപ്പാക്കൊരു കടയുണ്ട്. ഞാൻ പറയും വാപ്പാക്കോ? അവിടെ വീണ്ടും അയാളെ ഞാൻ വിടുന്നില്ല, നിങ്ങൾ എവിടുന്നാണ് ഈ കൊട്ടിയം സുധി കൊണ്ടുവന്നത് അതൊന്നും പറയും. അവൻ ഭയങ്കര ജാടയാണ്, അവൻ ഭയങ്കര ജാടയാണെന്ന് പറഞ്ഞ് പുള്ളി ഫോൺ കട്ട് ചെയ്തു. എനിക്ക് ഒരു പരിചയമില്ലാത്തൊരാള്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു കഥയിലെ നായകൻ ഈ സുധിയാണ്. ഒരുപാട് പേര് ഞാൻ പറയുന്ന കഥ നുണയാണെന്നൊക്കെ പറയും. സംശയമുണ്ട് ഇവർ നിഷേധിക്കട്ടെ. കാരണം തിളക്കം സിനിമയുടെ 100ാം ദിവസം ആഘോഷം നടക്കുന്ന സമയത്ത് സുധി അന്ന് പലതരം ദിലീപേട്ടനെ കാണിക്കും. കൃത പൊട്ടിച്ചിട്ട് മീശമാധവൻ വരുന്നു, രാധാകൃഷ്ണൻ ചാന്തുപൊട്ടിലെ വരുന്നു, കുഞ്ഞിക്കൂനൻ വരുന്നു, പലതരം പ്രകടനങ്ങളാണ് സുധി എന്ന് കാഴ്ചവെക്കുന്നത്. അപ്പൊ സുധി ഒരു ടേബിളിൽ ഷോ തുടങ്ങുന്നതിന് മുമ്പ് സെറ്റ് വെക്കും. മീശമാധവന്റെ കൃതാവ്, കുഞ്ഞിക്കൂനന്റെ മുഴ, അങ്ങനെ ഇങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കവിള് ചാടിക്കുന്നത് മാത്രം ബണ്ണെടുത്ത് കവിളിനകത്ത് കുത്തിക്കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ആയിട്ടാണ് ദിലീപേട്ടനായിട്ട് സുധി വരുന്നത്. അപ്പൊ 2-3 ബണ്ണുണ്ട്, ബണ്ണ് അളുത്തു പോലോ. കുറച്ച് കഴിയുമ്പോൾ ബണ്ണൊക്കെ വെച്ചിട്ടുണ്ട്. ഷോ തുടങ്ങാറായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ സിനിമാറ്റിക് ഡാൻസുകാരും എന്റെ ബണ്ണെടുത്ത് തിന്നുകൊണ്ടിരിക്കുക. അവരടുത്ത് തിന്നാൻ കൊണ്ട് വെച്ചതാണ്. ഷോ തുടങ്ങാൻ 10 മിനിറ്റുള്ളൂ. ഇവൻ അവിടെ കിടന്ന് എന്റെ ബണ്ണെവിടെ, എനിക്ക് ബണ്ണ് കിട്ടിയില്ല, ഞാൻ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഷോ നടത്തുന്ന ഒരാൾ കോട്ടിട്ട് ഒരാൾ വന്നിട്ട് എന്നാ പ്രശ്നം എന്ന് ചോദിച്ചു. ബണ്ണില്ല എന്ന് ചോദിച്ചു. ബണ്ണ് എന്തിനാന്ന് ചോദിച്ചു. അത് ദിലീപിനാന്ന് പറഞ്ഞു. ഇവന് ദിലീപ് കാണിക്കാനാന്നുള്ള അർത്ഥത്തിൽ ദിലീപിനാന്ന് പറഞ്ഞു. സംഘാടകർ ഓർത്ത് നടൻ ദിലീപിന് ബണ്ണ് വേണമെന്ന്. അപ്പൊ തന്നെ 2 ഇന്നോവ ബേക്കറിയിലോട്ട് പോയി. ഒറിജിനൽ ദിലീപേട്ടൻ ഫ്രണ്ട് വന്നിരുന്നപ്പോ ഒരു പ്ലേറ്റിൽ 2 ബണ്ണും വെച്ച് പുള്ളിക്ക് കൊണ്ട് കൊടുത്തു. ഞാൻ കണ്ടോണ്ടിരിക്കുക. ദിലീപേട്ടൻ അവിടുന്ന് വേണ്ടെന്നും പറഞ്ഞു വിട്ട് ബണ്ണ്. ഇന്നും ദിലീപേട്ടൻ ഈ ബണ്ണ് കൊണ്ടുവന്ന എന്തിനാന്ന് ഒരു പിടുത്തമില്ല. ആ ബണ്ണ് ഇവനാ പറഞ്ഞ ബണ്ണ. എന്നിട്ട് ആ ബണ്ണാണെങ്കിൽ സ്റ്റേജിന്റെ പുറകിലോട്ട് ആരും കൊണ്ടിരുന്നില്ല. ഫ്രണ്ടിൽ കൂടെ ആ ബണ്ണ് പോയിട്ട് ഞാൻ നോക്കുമ്പോൾ ടിഷ്യൂ പേപ്പർ ചുരുട്ടി വെച്ചിട്ട് എന്റെ എല്ലാം അല്ലേ കളിക്കുന്നു. അതുപോലെ ഈ ബണ്ണ് മാത്രമല്ല, പഴവും അങ്ങനെ കട്ട് ചെയ്ത് വെക്കാറുണ്ട്, ഏത്തക്ക. അപ്പോൾ ഒരിക്കലൊരു സ്റ്റേജിൽ ഇങ്ങനെ ഏത്തക്ക കറക്റ്റ് ചെയ്ത്, ഈ ബണ്ണ് പോലെ തന്നെ മറ്റൊരു കഥയാണ്, ഏത്തക്ക വെച്ചിട്ട് താരങ്ങളുടെ ഇമിറ്റേഷന്റെ ഒരു റൗണ്ട് ഉണ്ട് സ്റ്റേജ് പ്രോഗ്രാമിൽ. അപ്പോൾ അതിൽ ആദ്യം ദിലീപേട്ടന്റെ ഫിഗറാണ് അവതരിപ്പിക്കുന്നതിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ ടൈം ആവാറായപ്പോൾ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ അനൗൺസ്മെന്റ് തുടങ്ങി, ഇനി താരങ്ങളുടെ ശബ്ദാനുകരണം വേഷവിധാനത്തിലൂടെയുള്ള അനുകരണമാണ് എന്ന് പറഞ്ഞ് അവിടെ അനൗൺസ്മെന്റ് തുടങ്ങി. ഞാൻ വന്ന് നോക്കുമ്പോൾ പഴം കാണില്ല. അപ്പോൾ നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ രജനീകാന്ത്, ഏറ്റവും അവസാനം രജനീകാന്ത് വരുന്ന ഡ്യൂപ്പ്, അവനിരുന്ന് ഇത് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ പഴം എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ഇത് നിനക്കിത് വെക്കാനുള്ളതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറഞ്ഞിട്ട് രജനീകാന്ത് അടുത്ത ചായക്കടയിലേക്ക് രജനീകാന്ത് സ്റ്റൈലിൽ പോയി അണ്ണേ ഒരു പഴം താണെന്ന് പറഞ്ഞിട്ട് ഓടി പോയി. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പഴം കൊണ്ടൊരു സിനിമയിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടൊരു കഥയുണ്ട്. അതായത് അപരന്മാർ നഗരത്തിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. രാജാ സാഹിബ് നായകനായിട്ടുള്ള രാജേന്ദ്രൻ ജയനായിട്ട്. അതിൽ 2 ഡ്യൂപ്പുകളുടെ വേഷം ചെയ്യാൻ എന്നെ വിളിച്ചു. ഒന്ന് രജനീകാന്തും ഒന്ന് ദിലീപേട്ടും. അപ്പോൾ അങ്ങനെ രജനീകാന്തിന്റെ താടിയൊക്കെ വെച്ചിട്ട് ആ സ്റ്റൈലിൽ വന്നിട്ട് അവതരിപ്പിച്ചു. അതിനുശേഷം ദിലീപിന്റെ ഈ വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പഴം കട്ട് ചെയ്ത് ഈ 2 സൈഡിലും വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഒരുങ്ങോട്ട് വന്നപ്പോൾ കോട്ടയം നസീർക്കാണ് എൻ്റെ പ്രൊഡ്യൂസർ. ഇക്ക വന്ന് ഏതാണെന്ന് ചെയ്യുന്നപ്പോൾ പറഞ്ഞ് ദിലീപേട്ടൻ്റെ. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എടാ ഒരു കവിള് കൂടുതലാണല്ലോ, ഈ കവിളിനെക്കാട്ട് കവിള് കൂടുതലാന്ന് പറഞ്ഞ പുള്ളി ഇങ്ങനെ ഒന്ന് തട്ടി. അപ്പോൾ ഈ കവിള് കുറഞ്ഞു പോയിട്ട് ഇപ്പുറത്ത് കൂടിപ്പോയി. അപ്പം വീണ്ടും പുള്ളി ഇവിടെ തട്ടി. അങ്ങനെ പുള്ളി മറ്റേ ലാലേട്ടൻ രാജശില്പിയിൽ തട്ടി ഫിഗർ ശരിയാക്കണ പോലെ എന്നെ ഇവിടെയും തട്ടി പിന്നെ ഷൂട്ടിങ്ങും തുടങ്ങിയിട്ട് സിനിമയിൽ വന്നില്ല. എന്താണ് എനിക്കത് വരാത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ട് നീ സംസാരിച്ച ഡയലോഗ് മൊത്തം വായിൽ മൊത്തം പഴമായിരുന്നു. പുള്ളി ഇടിച്ച് ജ്യൂസാക്കിയിട്ട് വായി മൊത്തം ക്ലോസ് ഷോട്ടായിരുന്നു. അങ്ങനെ ആ സീൻ പഴം കാരണം സിനിമയിൽ നിന്ന് കട്ടായി പോയി. എന്നാലും രജനീകാന്ത് ചെയ്തുകൊണ്ട് അത് വന്നു. ഈ ഡ്യൂപ്പുകളുടെ വലിയ
ഒരുപാട് സിനിമകളുടെ ഡ്യൂപ്പുകളുണ്ട്. അപ്പൊ ഞാൻ ഷോയുടെ കൂട്ടത്തിൽ സ്കിറ്റിന് പോകും. കാരണം ഡ്യൂപ്പുകൾ പലരും ചായ മാത്രമുള്ളവരാണ്. അവർക്ക് ഈ സ്കിറ്റ് പെർഫോം ചെയ്യുന്ന സമയമല്ല എന്ന് അവരെ കറക്റ്റ് രൂപസാദൃശ്യം കൊണ്ട് വിളിച്ചിരിക്കുകയാണ്. ഞാൻ സ്കിറ്റ് ചെയ്യാൻ പോകും. അനുകരണത്തിന്റെ സെക്ഷത്തിൽ രാജാ സാഹിബ് ഒന്നും ഒരു രക്ഷയില്ല. അന്ന് ഞാൻ ആദ്യമായിട്ട് ഈ CD ഇടുന്ന വാക്മാൻ കാണുന്നത് രാജാ സാഹിബിന്റെ കയ്യിലാണ്. CD പ്ലെയർ അല്ല, CD ഇടുന്ന വാക്മാൻ എന്ന് ഭയങ്കര സാധനമാണ്. അപ്പൊ ഒരു വലിയ വീഡിയോ കോച്ച് ബസ്സിലാണ് 19 പേര് ഷോയ്ക്ക് പോകുന്നത്. ഏത് സീറ്റിൽ നോക്കിയാലും വിജയകാന്ത് ഇങ്ങനെ കിടക്കുന്നു, മോഹൻലാൽ ഇങ്ങനെ കിടക്കുന്നു, മമ്മൂട്ടി ഇങ്ങനെ ഇരിക്കുന്നു. മുഴുവൻ 10-26 നടന്മാർ, ആളാം വീതം 2 ഫിഗർ ചെയ്യുവേ. അപ്പം അതിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഇത് ശീലമില്ലാത്ത ആൾക്കാരുണ്ട്. ഈ പൊതുപരിപാടികൾക്ക് പോയി ഉറക്കം നിന്നും തട്ടിടയെന്ന് എന്നൊന്നും ശീലമില്ലാതെ വേറെ ജോലി ചെയ്യുന്ന ഏതോ ഒരു ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റിനെയാണ് മമ്മൂക്കയായിട്ട് വിളിച്ചുകൊണ്ട് വന്നേക്കുന്നത്. കണ്ടാ തനി മമ്മൂക്കയാ. രാജാ സാഹിബ് ഈ CD പാട്ടൊക്കെ കേട്ട് ജനലിന്റെ അടുത്തിരിക്കുന്നുണ്ട്. മമ്മൂക്കയുടെ ഫിഗർ ചെയ്യുന്ന ആള് ഇടതുവശത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഈ മമ്മൂക്കയുടെ ഫിഗർ ചെയ്യുന്ന ആള് രാജാ സാഹിബിനോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പുറത്തിരിക്കുക, ഞാൻ അപ്പുറത്തിരിക്കാം എന്ന് പറഞ്ഞു. പിന്നെ രാജ പറഞ്ഞു, ചൂടെടുക്കും, കാറ്റ് കിട്ടണം, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ മമ്മൂട്ടി പറഞ്ഞു, നിങ്ങൾ ഇപ്പുറത്തിരിക്കുക, ഞാൻ അപ്പുറത്തിരിക്കാം. പിന്നെ ഈ ഫിഗർ ചെയ്യുന്നവൻ പറഞ്ഞിട്ട് രാജാ സാഹിബ് വലിയ ആർട്ടിസ്റ്റാണല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവിടെ ഇരിക്കത്തില്ല. അത് ഇങ്ങനെ മൂന്നാമത് ഇയാള്, നിങ്ങൾ ഇപ്പുറത്തിരിക്കുക, ഞാൻ അപ്പുറത്ത് എന്നും പറഞ്ഞ് മടിയിലോട്ട് ഛർദ്ദിച്ചിട്ടേക്കുന്നു. രാജാ സാഹിബ് ചാടി എണീറ്റ്, അയ്യേ ഇതെന്ത് കഷ്ടമാണെന്നും പറഞ്ഞ് എല്ലാരും കൂടെ ചെന്ന് വണ്ടിയൊക്കെ നിർത്തി ഭയങ്കര വഴക്കായപ്പം ഞങ്ങൾ ചെന്ന് ഒന്ന് പറഞ്ഞു വിടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ഇയാൾ പറയാ, ഞാൻ 3-4 പ്രാവശ്യം പറഞ്ഞതാ, രാജ മാറി തരണ്ടേ. രാജാ സാഹിബ് പറയാ, അത് അപേക്ഷിക്കണ്ടേ, മമ്മൂക്ക പറയുന്ന പോലാണോ ഛർദ്ദിക്കാൻ പോകുന്ന ആള് പറയുന്നേ. പുള്ളിയാണ് ശരിക്കും എന്നെ ഫീൽഡിൽ കൊണ്ടുവന്നത്, പത്തനംതിട്ട സാരംഗിന്റെ കൂടെ ഗാനമേളയുടെ ഗ്യാപ്പിന്. രാജാ സാഹിബാണ് ഈ ചതി ചെയ്തത്. അതെ. ഓക്കെ. സുധി എന്തൊക്കെയാണ് പുതിയ പരിപാടികൾ നമുക്ക് ചെയ്യുന്നത്? സുധിയുടെ അനുകരണങ്ങളൊരു 5-6 കേൾക്കണം, വർത്താനമൊക്കെ. പിന്നെ നമ്മളെ ഏറെ കൂടുതൽ ചിരിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് നമ്മുടെ ജഗതി ചേട്ടൻ. ഓക്കെ. അദ്ദേഹത്തിന്റെ ഒരു പഴയകാല സിനിമയിൽ ഒരു ശകലം ചെയ്യാം. ഓക്കെ. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മ പെങ്ങന്മാരെ, എൻ്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ രാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ട് മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായിട്ട് സാമ്യം തോന്നുകയാണെങ്കിൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. അപ്പൊ ഞാൻ തുടങ്ങട്ടെ. ഘോര വനാന്തർ ഭാഗത്തേക്ക് പോകാതെന്ന രാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു, രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോകും വഴിയെല്ലാം ഈ സീത വരും കൂടെ. കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ, ലോ 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 ലോ. കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ, കിളിയുള്ള മരച്ചോട്ടിൽ കളിക്കാലോ. കാറ്റത്ത് ചക്കര മാമ്പഴം ഒഴിയുമ്പോൾ ഇഷ്ടം പോലെ എടുത്തങ്ങു തിന്നാലോ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോകും വഴിയെല്ലാം ഈ സീത വരും കൂടെ. താങ്ക് യു. ഇനി നമ്മുടെ ഇന്ദ്രൻ സേട്ടന്റെ ശബ്ദം 5-ാം പാതിര എന്ന് പറയുന്ന സിനിമയില്. ഓക്കെ. ഓരോ കൊലപാതകവും കഴിഞ്ഞ് ഞാൻ 1-2 വർഷം അവധിയെടുക്കും. എന്നിട്ട് പോലീസുകാരെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും റിപ്പർ രവിയുടെ അവസാനത്തെ കൊലപാതകവും കഴിഞ്ഞുവെന്ന്. വേട്ട അവസാനിപ്പിച്ചു എന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. താങ്ക് യു. ഇനി മിയയ്ക്ക് ഇഷ്ടമുള്ളൊരു നടൻ ഞാൻ അവതരിപ്പിച്ച് നമ്മൾ അമേരിക്കയിൽ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് മിയയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു എന്റെ ശബ്ദമാ. എന്റെ അത് ഞാൻ അവതരിപ്പിച്ചിരുന്നു അവിടെ. ശരി, കാണിക്കും. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാകും. കാതിൽ ചുവന്ന കല്ലുവെച്ച് കടുക്കനിട്ട ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കുമുണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത അശോകനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത ബാലചന്ദ്രൻ, എൻ്റെ പ്രിയപ്പെട്ട ബാലൻ. സിനിമ പിടിക്കാനായി ഞാൻ മദ്രാസിലേക്ക് പോകുമ്പോൾ കാതിൽ കടുക്കം വിറ്റ കാശുമായി അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. നിറകണ്ണുകളോട് ഞാൻ ചോദിച്ചു, ബാല ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടു? അപ്പൊ അവൻ പറഞ്ഞു,
എനിക്കൊന്നും തിരിച്ചു വേണ്ട. നാളെ ഒരു സഹായം ആവശ്യപ്പെട്ട് ഇതുപോലെ ഒരാൾ നിന്നെ തേടി വരും. നിനക്കിത് ചെയ്യാൻ കഴിഞ്ഞാൽ അപ്പോൾ മാത്രം നീ എന്നെ ഓർത്താൽ മതിയെന്ന്. ഒരു പ്രണയത്തിലകപ്പെട്ട് നാടുവിട്ടുപോയ ബാലിനെ ഞാൻ ഓർത്തുകൊണ്ടേയിരിക്കും. ഓരോ ആൾക്കൂട്ടം കാണുമ്പോഴും അശോക എന്നൊരു വിളിക്ക് വേണ്ടി ഞാൻ കാതോർത്തിരുന്നു. അവൻ്റെ അശോകന് മെച്ചപ്പെട്ടൊരു ജീവിതമുണ്ടായപ്പോ ഒപ്പം അവനില്ലല്ലോ എന്ന വേദനയോടെ, ഒരു തേങ്ങലോടെ അല്ലാതെ എൻ്റെ ബാലിനെ എനിക്ക് ഓർക്കാൻ കഴിയില്ല. താങ്ക് യു. ഞാൻ ഓരോ നടന്മാരെ അനുകരിക്കുമ്പോഴും പുതുതായിട്ട് ഞാൻ പിഷാരടിയെ വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് ഞാനിങ്ങനെ അത് പറഞ്ഞു കേൾപ്പിക്കും. കാരണം ഏറ്റവും നല്ലൊരു ജഡ്ജ് ആണ് പിഷാരടി. അപ്പൊ അതിന്റെ കുറവുകളും അല്ലെങ്കിൽ അത് ഇങ്ങനെ ആക്കിയാൽ ശബ്ദമല്ല കേട്ടോ, ശബ്ദമല്ല. ഇവൻ ഈ നടനെ കൊണ്ട് എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് വാട്സപ്പിൽ ഇടും. ഇന്നയാള് കഴിഞ്ഞ് ഇന്നയാള്, അത് കഴിഞ്ഞ് ഇന്നയാള് എന്നൊക്കെ പറഞ്ഞിട്ട് കഥ ഉണ്ടാക്കുമല്ലോ നമ്മള്. അതാണ് അയക്കുന്നത്. ദൃശ്യത്തിന്റെ ക്ലൈമാക്സ് ഞാൻ ലാലേട്ടന്റെ സൗണ്ട് മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ പിഷുവിനോട് പറഞ്ഞു ഇതിന് സിദ്ദിഖിക്ക് പറഞ്ഞിട്ട് ലാലേട്ടൻ പറഞ്ഞ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് അങ്ങനെയാണ് ഞാൻ ആ ഒരു ഐറ്റത്തിലേക്ക് വന്നത്. അതെനിക്കൊരു വലിയ താങ്ക്സ് പിഷാരടി പറയുന്നത്. കേൾക്കാം, അതൊന്ന് കേൾക്കാം. സിദ്ദിഖും ലാലേട്ടൻ. അമേരിക്കയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് വരുണിന് എന്താണ് സംഭവിച്ചെന്ന് അറിയണമെന്ന് തോന്നി. ഞങ്ങളിനി അവന് വേണ്ടി കാത്തിരിക്കണം. ഞങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസം ഉണ്ടാകില്ല. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾ വലിയ മനുഷ്യനാണ്. നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. ഞാൻ വെറും സാധാരണക്കാരനാണ്. എൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്നൊരു കൊച്ചു ലോകം. അതാണ് എൻ്റെ കുടുംബം. അതിനപ്പുറത്തേക്കൊരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതൊരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കൽപ്പുള്ളൊരു അതിഥി. ഞങ്ങളുടെ യാചനകളൊന്നും അവൻ ചെവിക്കൊണ്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന വെപ്രാളത്തിൽ പറ്റിപ്പോയൊരു ചെറിയ കൈബദ്ധം. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. എല്ലാവർക്കും എന്ന പോലെ എനിക്കും എൻ്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. അവിടെ എൻ്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളോട് പൊറുക്കണം. താങ്ക് യു. ശരിക്കും പറഞ്ഞാൽ സുധിച്ചേട്ടൻ പെർഫോം ചെയ്ത് തുടങ്ങിയ പിന്നെ ഇങ്ങനെ ഓരോന്നിങ്ങനെ വെക്കോണ്ടിരിക്കും അല്ലേ? അതാണ് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ആളെ അഴിച്ചു വിട്ടു കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞല്ലോ. വീട്ടിലെ വിശേഷങ്ങള്? വീട്ടില് മക്കള് രണ്ടുപേര്. മോൻ വിഘ്നേഷ് പിഷാരടി മലയാള സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു താരമാണ്, ബാലതാരം. പഞ്ചവർണ്ണത്തില് മണിയമ്പിള രാജേട്ടന്റെ മകനായിട്ട് അഭിനയിച്ചത് വിഘ്നേഷ്. അതിനുശേഷം ദിലീപേട്ടന്റെ കൂടെയും അവസരം കിട്ടി. ഇപ്പൊ ശ്രീനിയേട്ടന്റെ പടത്തിലും അവസരം കിട്ടി. അങ്ങനെ ഒരു ഇനിയിപ്പോ അടുത്ത പടത്തിലുണ്ടല്ലേ? ഉണ്ടാവും. ഓക്കെ. അങ്ങനെ എനിക്ക് കിട്ടാത്തൊരു ഭാഗ്യം എൻ്റെ മകന് കൊടുത്തിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ പിഷു. പിന്നെ മകള് വൈഷ്ണവി 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വൈഫ് ലക്ഷ്മി റേഡിയോഗ്രാഫറാണ്. ഒപ്പം എൻ്റെ കൂടെ പ്രോഗ്രാമിന് പാട്ടിനും കോമഡിക്കും ഡാൻസിനും ഒക്കെ വരുന്ന ലക്ഷ്മി. ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം, വിശേഷങ്ങളൊക്കെ അറിയാൻ സാധിച്ചതിലും നമ്മുടെ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്തതിലും ഒക്കെ ഒരുപാട് നന്ദി. ഞങ്ങളുടെ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങണം. ശ്രീ കൊട്ടിയം സുധി നിരവധി വേദികളിൽ ലോകമെമ്പാടും മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതിനോടകം പരിപാടികൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ചാനൽ അവതാരകനായി ചെറിയ സിനിമകൾ. അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത്. അദ്ദേഹം ഒരു മികച്ച പ്രതിഭയാണ്, മകൻ വിഘ്നേഷ്. അവനും വലിയ താമസമില്ലാതെ തന്നെ കലാലോകത്ത് ഒരുപാട് പേര് തിരിച്ചറിയുന്ന ഒരു പ്രതിഭയായി മാറും. തിരക്കിട്ട കലാജീവിതത്തിൽ സമയം മാറ്റിവെച്ച് ഈ പരിപാടിയിലെത്തിയതിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു എളിയ ഉപഹാരം. ഇനി ഇന്നത്തെ ബെസ്റ്റ് പെർഫോമറെ നമുക്ക് തിരഞ്ഞെടുക്കാം. സുദീപും ദേവരാജുമാണ് ഇന്ന് പെർഫോം ചെയ്തത്. ഇരുവരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു, പ്ലീസ്. രണ്ട് മികച്ച പ്രകടനങ്ങൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമറായി തിരഞ്ഞെടുക്കുന്നത് സുദീപ്.
we are winding up this episode of Once Upon a Time version 2.0. വീണ്ടും മറ്റൊരു മനോഹരമായ എപ്പിസോഡിലൂടെ കാണാം. Bye bye.